ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് കറിക്കടല വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ഐറ്റാണ്. ഇത് നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അതിലേക്ക് വളരെ ഈസിയാണ്, അതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടാക്കിയതിന് ശേഷം നമുക്ക് കഴുകി വെച്ചിട്ടുള്ള കടല അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർത്തിട്ട് നമുക്ക് വറുത്തെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് നേരത്തെ ഇത് കഴുകിയിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ട് വറുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് വറവായി കിട്ടും. അങ്ങനെയാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കൈയെടുക്കാണ്ട് നല്ല പോലെ ഇളക്കിയിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പം ഞാൻ വറുക്കുന്ന മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നല്ല പോലെ എല്ലാ കടലയും ഒന്ന് വറവായതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ല പോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ കടല വറുക്കുന്ന സമയത്ത് അതൊക്കെ ആകെ കേടായി പോവും. ഇനി ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് തരിയോട് കൂടി അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി എല്ലാം ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യൊക്കെ കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ നമ്മളിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നമ്മൾ വറുക്കുന്ന സമയത്ത് ഏതെങ്കിലും കടലമണിയൊക്കെ വറവായിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് എല്ലാം നല്ല പോലെ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചിലർക്കൊക്കെ പേടിയായിരിക്കും ആ ഒരു കടലയുടെ ആ ഒരു ടേസ്റ്റ്, പച്ച ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മളിതുപോലെ നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമൊക്കെയാണ് കിട്ടുക. അപ്പോൾ നല്ല പോലെ വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇളക്കിയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. എന്നാലേ എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നെയ്യ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ നിങ്ങൾ കൂടുതൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തേങ്ങൻ്റെ അളവ് ഞാൻ പറയണില്ല. അപ്പോൾ കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തേങ്ങയുടെ ആ ഒരു ഇതൊക്കെ മാറോളം ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പഞ്ചസാര ഉരുക്കിയതോ ശർക്കര ഉരുക്കിയതോ ഒഴിച്ചിട്ട് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുക. ഇല്ലെങ്കിൽ പഞ്ചസാര ശർക്കര ഉരുക്കുന്ന സമയത്ത് അതിൽ ഏലക്ക ഇട്ടിട്ട് ഉരുക്കിയെടുത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളത്തിലൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ ഒരു 2 ഏലക്കയും കൂടെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് അതിങ്ങോട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇത് ശർക്കര പാനിയായാലും പഞ്ചസാര പാനിയായാലും ഒഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു മധുരം പാകാവുന്ന വരെ നിങ്ങൾക്ക് കുറേശ്ശെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിന് പ്രത്യേകിച്ച് മധുരത്തിന് അളവ് പറയാത്തതിൻ്റെ കാരണം ചിലർക്ക് ഒരുപാട് നല്ല മധുരം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു ചെറിയ ചൂടോട് കൂടി തന്നെ ഇത് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമ്മുടെ കൈ കൊണ്ട് തൊടുന്ന ഒരു പാകം ഉണ്ടല്ലോ, ഒരുപാട് പൊള്ളുന്ന ആ ഒരു പാകത്തിൽ തൊടരുത് കേട്ടോ. അപ്പോൾ നല്ല പോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ചൂടില്ല കേട്ടോ, എന്നാൽ ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഇതിലേക്ക് നട്ട്സുകളൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റൊക്കെ കിട്ടും. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിലൊക്കെ വറുത്തിട്ട് അങ്ങനെ ചെയ്യാം. തേങ്ങയുടെ കഷ്ണങ്ങൾ വേണമെങ്കിലും വറുത്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുക. അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.